ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടിട്ടില്ല. ഏകദേശം 2 മാസമൊക്കെ അളവിലായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോണെന്ന് വെച്ചാൽ ഫോണിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോ ഷൂട്ടിംഗ് ആയാലും എഡിറ്റിംഗ് ഒക്കെ ആയാലും എല്ലാം ഫോണിലാണ് ചെയ്യുന്നത്. ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോണി P7 ആണ്. ഏകദേശം ഔട്ട്ഡേറ്റഡ് ആയി. 2GB റാമും ഇൻറ്റേർണൽ മെമ്മറി കുറവാണ്, ക്യാമറ ക്ലാരിറ്റി ഒക്കെ കുറവാണ്. ഇതുവരെയുള്ള വീഡിയോസൊക്കെ ചെയ്തത് അതിലാണ്. ഇതുവരെ മോണിറ്റൈസേഷൻ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഫോണിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്തു. പുതിയൊരു ഫോൺ വാങ്ങിച്ചു, സാംസങ് ഗാലക്സി A50. സാംസങ് ഗാലക്സി A50 ആണ് വാങ്ങിയത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ വരുന്നത് ഈ സാംസങ് ഗാലക്സി A50 ആയിരിക്കും. നല്ല ക്യാമറ ക്ലാരിറ്റി ഉണ്ട്. അതുമാത്രമല്ല എഡിറ്റിംഗ് 4GB ആണ്. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ആ ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഏതായാലും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കേ, ഇതാണ് നമ്മുടെ ഫോണ്, സാംസങ് ഗാലക്സി A50. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതിപ്പം മാർക്കറ്റ് റേറ്റിൽ എനിക്ക് കിട്ടിയത് 18,500 സാംസങ് ഗാലക്സി A50. 18,500 എനിക്ക് ലാസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഓൺലൈനിലും 18,500 അവൈലബിൾ ആണ്. ഇതിൽ ബോക്സ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 21,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ബോക്സിൽ 21,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് 18,500 അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇത് ട്രിപ്പിൾ ക്യാമറയുണ്ട്. ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്. ഓൺ സ്ക്രീനിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഫിംഗർ ലോക്ക് വരുന്നത് ഓൺ സ്ക്രീനിൽ തന്നെയാണ്. സാധാരണ ഇതിൽ പിന്നെ ഇതൊക്കെ എന്താ പറയുക, കുറേ ഭാഗം ബാക്കിലാണ് പല ഫോണുകളുടെയും ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. പിന്നെ ഫുൾ നോച്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ക്യാമറ ക്ലാരിറ്റി നമുക്ക് നോക്കാം. ബാക്ക് ക്യാമറ 25 MB, 5 MB, 8 MB ട്രിപ്പിൾ റിയർ ക്യാമറ. അപ്പോൾ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി, വീഡിയോസൊക്കെ എടുത്ത് നോക്കി, ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയും 25 MB ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 45GB മെമ്മറി, ഇൻറ്റേർണൽ മെമ്മറിയും 4GB റാമുമാണ് ഇതിൽ വരുന്നത്. കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫോണിലേക്കൊന്ന് നോക്കാം. ഞാനിത് ഉപയോഗിച്ചു കേട്ടോ, ഫോണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചു, അൺബോക്സിംഗ് ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. ഈ ബോക്സിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫോണിൻ്റെ കവറാണ്. ഇതിൽ ഫോണിൻ്റെ കവറുണ്ട്, ഒരു കവറും പിന്നെ എന്താ പറയുക, അത് കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫോൺ അവിടെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ വേറെ എല്ലാ ഫോണിലും ഉണ്ടാകുന്നത് പോലെ ചാർജർ, ഇയർഫോൺ ഞാൻ ചുരുട്ടിക്കൂട്ടി വെച്ചാണ്. ഇത് ഞാൻ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, സാംസങ് ഗാലക്സി A50. അത്യാവശ്യം എന്താ പറയുക, നല്ല ക്ലാരിറ്റി ഉണ്ട്. സ്പീഡുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇതിപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്ലാരിറ്റി ഒന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ എൻ്റെ പഴയ ഫോണിൽ വെറും 10-12 MB ആയിട്ടാണോ ക്യാമറ എന്ന് തോന്നുന്നു. അതിൽ ക്ലിയർ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്ത് കിട്ടുമെന്ന് മനസ്സിലാകുന്നില്ല, ക്ലാരിറ്റി മനസ്സിലാകുന്ന വരില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ കാണും. പക്ഷേങ്കിൽ വേറൊരു ഇതിനൊരു ഫോൾട്ട് എന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് ഓൺ സ്ക്രീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ട്. ഞാനത് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു നോക്കി. ഇതിപ്പം ഞാൻ ലോക്ക് ചെയ്തു. ഞാൻ ഏകദേശം ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ ഓൺ സ്ക്രീനിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഒരു മിനിറ്റ്, ഫിംഗർ വഴി ഉണ്ട്. ഫിംഗർ ഞാൻ ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. ഞാൻ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇനിയുള്ളത് ചെയ്ത് നോക്കണം. ഏതായാലും നമുക്ക് ഇതിലെടുത്ത കുറച്ച് വിഷ്വൽസും ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ കാണുന്ന വീഡിയോ നമ്മളെ ഈ പുതിയ ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A50 വീഡിയോ ആണ് കാണുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും, നേരത്തെ വീഡിയോ ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ട്. 25 MB ഫ്രണ്ട് ക്യാമറയാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നത്. മറ്റേ ഫോണിൽ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ എടുത്തിട്ടില്ല.
ബാക്ക് ക്യാമറയാണ്. കാരണം ഫ്രണ്ട് ക്യാമറ 8 MB ഉള്ളൂ, ബാക്ക് ക്യാമറയിലാണ് അത്. ഇനിയിപ്പോൾ ബാക്ക് ക്യാമറയും കൂടി എടുക്കുമ്പം നല്ല ക്ലാരിറ്റി ഉണ്ടാവും തോന്നുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വിഷ്വൽസും വേറെ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഫൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഫോണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയുള്ള വീഡിയോസ് നമുക്ക് ഏതായാലും അടിപൊളിയായിട്ട് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.